ഈ മഴക്കാലത്തിനൊപ്പം നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കാലത്തിനും സമാപനമാവുകയാണ്. മഴ തുടങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടം അവസാനിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണത്തിന് ഇന്ന് കൊട്ടിക്കലാശമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങളിൽ അവസാന ഘട്ടത്തിൽ വിധിയെഴുത്തുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി, RJDയുടെ മിസ ഭാരതി തുടങ്ങിയവരാണ് അവസാന ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ഓരോ ഘട്ടങ്ങളിലും പലവിധ അജണ്ടകൾ കടന്നുവന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം അവസാനിക്കുകയാണ്. നിശബ്ദ പ്രചരണമാണ് നാളെ മുതൽ. ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കുന്നു. 58 മണ്ഡലങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുന്നു നടക്കുന്നത്. എന്താണ് പ്രത്യേകത ഈ അവസാന വട്ടത്തിന്റെ? ആർക്കൊക്കെ പ്രതീക്ഷയുണ്ട്? ഏത് മുന്നണിക്ക് ഏറ്റവും കൂടുതൽ മേധാവിത്വമുള്ള മണ്ഡലങ്ങളാണ് ഇവയൊക്കെ? രഞ്ജിത്ത്, 2.5 മാസം നീണ്ടുനിന്ന വാശിയേറിയ പരസ്യ പ്രചാരണത്തിനാണ് ഇന്ന് സമാപനമാകുന്നത്. കാരണം 7ാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കുന്നു. 57 മണ്ഡലങ്ങളിലാണ് ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. 5 സംസ്ഥാനങ്ങൾ, ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങൾ. കണക്ക് നോക്കുകയാണെങ്കിൽ 13 മണ്ഡലങ്ങൾ വീതം പഞ്ചാബിലും UPയിലും അവസാന ഘട്ടത്തിൽ വിധിയെഴുതുന്നു. പശ്ചിമ ബംഗാളിലെ 9 മണ്ഡലങ്ങൾ, ബീഹാറിൽ 8, ഒഡീഷയിലെ 6, ഹിമാചൽ പ്രദേശിലെ 4, ജാർഖണ്ഡിൽ 3, ചണ്ഡീഗഡ്. അങ്ങനെ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 904 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് അവസാന ഘട്ടത്തിൽ. ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പല പാർട്ടികൾക്കും വലിയ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് BJP, കഴിഞ്ഞ തവണയും BJP തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടി. 25 സീറ്റാണ് BJPക്ക് ഒറ്റയ്ക്ക് ഈ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ UPയിലെ 13 മണ്ഡലങ്ങൾ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കി നൽകിയ മേഖലയാണ്, വലിയ പ്രതീക്ഷ നൽകിയ മേഖലയാണ്. കാരണം 13-ൽ 9 വിജയിച്ചത് BJPയാണ്. സഖ്യകക്ഷിയായ അപ്നാദൾ 2 സീറ്റിലും കഴിഞ്ഞവണ വിജയിച്ചു. സമാജ്വാദി പാർട്ടിക്കൊപ്പം മത്സരിച്ച BSPയാണ് മറ്റ് 2 സീറ്റ് നേടിയിരുന്നത്. പ്രത്യേകിച്ച് പൂർവാഞ്ചൽ മേഖലയിലേക്ക് വോട്ടെടുപ്പ് നീങ്ങുന്നു. പൂർവാഞ്ചൽ മേഖലയിലാണ് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി, ഒപ്പം തന്നെ യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂർ അടക്കമുള്ള മേഖലകളിലാണ് ഈ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഏതാണ്ട് 7 ലക്ഷം എത്തിക്കും എന്നൊരു കണക്കുകൂട്ടലാണ് BJPക്കുള്ള. അത്തരമൊരു അവകാശവാദം BJP ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രിക്ക് ഇത് 3ാം ഊഴമാണ്. വാരാണസിയിൽ 2014-ലും 2019-ലും വലിയ വിജയം മണ്ഡലത്തിൽ നേടുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പൂർവാഞ്ചൽ അടക്കമുള്ള മേഖലകളിൽ ഇത്തവണയും മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഏതായാലും BJP വെച്ചു പുലർത്തുന്നുണ്ട്. പശ്ചിമ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ 9 മണ്ഡലങ്ങൾ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. പ്രത്യേകിച്ച് കൊൽക്കത്തയിലെ നഗര മേഖലകളിലെ ആണ് വോട്ടെടുപ്പ് നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ ഈ 9-ൽ 8 വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ ഇത്തവണ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് സന്ദേശ് ഗലി അടക്കമുള്ള സന്ദേശ് ഗലി ഉൾപ്പെടുന്ന മേഖലയിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്ദേശ് ഗലിയുടെ സമര നായിക രേഖ പത്രയെ അടക്കം അവിടെ BJP മത്സരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഈ ഘട്ടത്തെ, ഈ മേഖലയെ സ്വാധീനിക്കുമെന്നടക്കമുള്ള വിഷയങ്ങൾ നിർണായകമാണ്. കാരണം BJP കഴിഞ്ഞ തവണ 42-ൽ 18 സീറ്റുകൾ നേടി ബംഗാളിൽ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. അത് ഇത്തവണ ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ നേർക്കുനേർ പോരാടുന്ന പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി, കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സീറ്റുകൾ സംസ്ഥാനത്ത് നേടിയ കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായും ആം ആദ്മി പാർട്ടി, പ്രത്യേകിച്ച് കേജ്രിവാൾ വലിയൊരു പ്രചാരണമൊക്കെ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവിടെ നടത്തിയിരുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടി ഒരു മുന്നേറ്റം ഉണ്ടാക്കുകയാണ്. അത് കോൺഗ്രസിന്റെ സീറ്റുകളിലായിരിക്കുമോ വിള്ളൽ വീഴ്ത്തുക എന്ന ചോദ്യം കൂടി പഞ്ചാബിൽ നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും വാശിയേറിയ പ്രചാരണത്തിനാണ് ഇന്ന് ഏതായാലും അവസാനിക്കാൻ പോകുന്നത്. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശക്തമായ പ്രചരണ കാലമായിരുന്നു. കഴിഞ്ഞ 2.5 മാസമായി നിരവധി വിഷയങ്ങൾ കടന്നു വന്നു. BJP ആദ്യഘട്ടങ്ങളിൽ NDA സഖ്യം വലിയ എഡ്ജ് ഉണ്ടാക്കി എന്നുള്ളതാണ്. രാകേഷ്, ഒരു വിവരം കൂടി ചോദിച്ചോട്ടെ. കാരണം ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് NDA സഖ്യം ഏതാണ്ട് അവരുടെ ഭൂരിപക്ഷം ഉറപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ സത്യപ്രതിജ്ഞ 9-ാം തീയതി ഉണ്ടാകും എന്നാണ് ചില ഓൺലൈൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് കർത്തവ്യ പതിൽ വെച്ചാകും സത്യപ്രതിജ്ഞ. 100ഓളം ക്യാമറകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രസാർ ഭാരതി ഇതിനകം തന്നെ തത്സമയ സംപ്രേഷണത്തിന് സജ്ജമാക്കിയിരിക്കുന്നു. 9 നടക്കും എന്നുള്ളതാണ്. ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ പ്രധാന പാതയാണ് കർത്തവ്യ പഥ്. ഇയാറിനൊക്കെ അറിയാം, ഇയാർ അവിടെ ഡൽഹിയിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ രാജ്പഥാണ് കർത്തവ്യ പഥാക്കിയത്. അപ്പോൾ ഇത്തവണ കുറച്ചുകൂടി കാര്യങ്ങൾ കെങ്കേയമാക്കാനുള്ള ശ്രമങ്ങളുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആത്മവിശ്വാസം NDA പങ്കുവെക്കുന്നുണ്ട് അത്തരത്തിൽ. രഞ്ജിത്ത്, അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ അത്തരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അധികാരം ലഭിക്കുകയാണെങ്കിൽ
ഉടൻ തന്നെ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാം. പ്രത്യേകിച്ച് 9-ാം തീയതി ജൂൺ 9-ാം തീയതി കർത്തവ്യപഥിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ 2014 കണക്കെടുക്കുകയാണെങ്കിൽ 2014 തെരഞ്ഞെടുപ്പ് ഫലം വന്നത് മെയ് 16 അന്ന് നരേന്ദ്രമോദി അധികാരമേൽക്കുന്നത് മെയ് 26 10 ദിവസത്തിന് ശേഷമാണ്. 2019 കണക്കെടുക്കുകയാണെങ്കിൽ 2019 23-ാം തീയതി റിസൾട്ട് വരുന്നു. 30-ാം തീയതി പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ ഇത്തവണ 9-ാം തീയതി എന്നൊരു രീതിയിലേക്ക് ഒരു ചർച്ചകൾ NDA ക്യാമ്പിൽ ഉണ്ട് എന്നാണ് NDA നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു 9-ാം തീയതി കർത്തവ്യപഥിൽ വെച്ച് ഇത്തരം സത്യപ്രതിജ്ഞ നടത്തും എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ മറുവശത്ത് ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും ഏതായാലും അടുത്ത ദിവസം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 1-ാം തീയതി സ്വാഭാവികമായും 1-ാം തീയതി ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരുമ്പോൾ ഏതൊക്കെ സീറ്റുകൾ വിജയിക്കും, BJP അധികാരത്തിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ NDA ക്യാമ്പ് ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. തുടർച്ചയായി 3-ാം തവണയും അധികാരം ഉറപ്പിക്കുമെന്ന പ്രതീക്ഷ ഏതായാലും NDA സഖ്യത്തിന്റെ നേതാക്കളും പുലർത്തുന്നുണ്ട്. രഞ്ജിത്ത്. ശരി, PR രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇതിനിടെ